എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റർ വിസയിൽ കാനഡയിലേക്ക് വരുമ്പോഴത്തേന് എയർപോർട്ടിൽ വെച്ചിട്ട് എൻട്രി ഡിനൈൻ ചെയ്തിട്ട് ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ എന്ത് സിറ്റുവേഷനാണ് അത്? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരും? നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങൾ ഈ റെഫ്യൂജീസിനെ കുറിച്ചിട്ട് കേട്ടില്ലേ? പല കൺട്രീസിലും ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴത്തേന് കാനഡയിലേക്ക് ഒരുപാട് ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് വരും. അവർക്ക് വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ഒന്നും വേണ്ട. ഇവിടെ വന്നിട്ട് നോർമലായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ പോലെ അവർ ജീവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ വേണ്ടിയിട്ട് പറ്റും? ഇങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ എൻട്രി ഡിനൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എൻട്രി ഡിനൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കാണാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് വിസിറ്റർ വിസയുടെ സിറ്റുവേഷനാണ്. ഈ വിസിറ്റർ വിസയിൽ നിങ്ങൾ കാനഡയിലേക്ക് വന്നു. എയർപോർട്ടിൽ ഒരു ഇമിഗ്രേഷൻ ഓഫീസറുണ്ട്. ഈ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ, അതായത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വെച്ചത് ആ ഡോക്യുമെന്റ്സ് എല്ലാം അവർ ചോദിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും പർപ്പസ് ഓഫ് വിസിറ്റ് എന്താണെന്ന്. കാരണം ഒരുപാട് ആൾക്കാർ വിസിറ്റർ വിസയിൽ കാനഡയ്ക്ക് ഉള്ളിലത്തേക്ക് വന്നിട്ട് ക്യാഷ് ജോബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ക്യാഷ് ജോബൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. എങ്കിലും ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ ക്യാഷ് ജോബ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് വിസിറ്റർ വിസ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് സിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സിന്നൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, അതായത് ജോബ് നോക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ക്യാഷ് ജോബിൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാഷ് ജോബ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഇനി വരും വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ വേണ്ടത്ര ഡോക്യുമെന്റ്സ് ഇല്ല, അതായത് നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് നിങ്ങൾക്ക് നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഇല്ല, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ള ഡോക്യുമെന്റ്സ് ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങളുടെ ഡൗട്ട് തോന്നുകയും നിങ്ങളുടെ എൻട്രി ഡിനൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായാലും ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക എൻട്രി ഡിനൈൻ ചെയ്തിട്ട് ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോകാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് റെഫ്യൂജി സ്റ്റാറ്റസ്? എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ഇവിടത്തേക്ക് കാനഡയിലേക്ക് വന്നിട്ട് ഇപ്പം വിസിറ്റർ വിസ എൻട്രി ഡിനൈൻ ചെയ്യുവാണെങ്കിൽ റെഫ്യൂജിയിലേക്ക് മാറുന്നതല്ലേ നല്ലത്. കാരണം റെഫ്യൂജി ആകുമ്പോഴത്തേനും ഇവിടുന്ന് പറഞ്ഞും വിടത്തില്ല, നമുക്ക് വേണ്ടത്ര ചിലവുമാവില്ല, കാനഡയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. പക്ഷേ എന്താണ് റെഫ്യൂജി സ്റ്റാറ്റസ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങൾ കാനഡയിലേക്ക് വന്നു, വിസിറ്റർ വിസയിൽ വന്നു, വേണ്ടത്ര ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നിങ്ങളിൽ എന്തൊക്കെയോ ഡൗട്ട് അവർക്ക് തോന്നും. ഇപ്പം നിങ്ങളുടെ എൻട്രി ഡിനൈൻ ചെയ്തു. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ബാക്ക് ടു യുവർ ഹോം കൺട്രി, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആണ് ഈ റെഫ്യൂജി വിസ നമുക്ക് അപ്രൂവൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഭീഷണികളുണ്ട്, അതായത് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടീസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കാരണം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവന് ഭീഷണിയാണ് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേനാണ് റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ അസസ്മെന്റ് ആണ്. അതായത് നമ്മൾ വെറുതെ അങ്ങ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭീഷണിയുണ്ട്, നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാലിഡ് ആവത്തില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് ആണ്. അവർ അസസ് ചെയ്യും, അതായത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഏത് പാർട്ടി കാരണമാണ് നിങ്ങൾക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് കാരണമാണ് നിങ്ങൾക്ക് പ്രശ്നം, ഏത് റിലീജിയൻ കാരണമാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ട്. ഈ ഒരു ഇനീഷ്യൽ അസസ്മെന്റിലൂടെയാണ് അവർ അസസ് ചെയ്ത് നിങ്ങൾക്ക് ഈ റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫയലിംഗ് എ റെഫ്യൂജി ക്ലെയിം, അതായത് നമുക്ക് ഇങ്ങനെയുള്ള പാർട്ടീസ് കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫയൽ ചെയ്യുന്ന റെഫ്യൂജി ബോർഡിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഉൾപ്പെടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് ഫയലിംഗ് എ റെഫ്യൂജി ക്ലെയിം എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് ആണ്. അതായത് നമ്മുടെ ഈ ഇനിഷ്യൽ അസസ്മെന്റും കഴിഞ്ഞു, പിന്നെ നമ്മുടെ ഫയലിംഗും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹിയറിംഗിന് വേണ്ടിയിട്ട് അവർ വിളിക്കും. ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെ കാരണങ്ങളോ കൊണ്ടിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുക്രൈനിലൊക്കെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ റെഫ്യൂജീസ് ആയിട്ട് വരും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഭയങ്കരമായിട്ട് യുദ്ധമാണ്, ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല, ജീവന് ഭയങ്കര ഭീഷണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് റെഫ്യൂജ് ചെയ്യും. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് റെഫ്യൂജി വിസ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജീവൻ എന്തെങ്കിലും ഭീഷണിയുണ്ട്, നമുക്ക് ആ രാജ്യത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഈ ഹിയറിംഗിന് പോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സും എവിഡൻസും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ റെഫ്യൂജി വിസ അക്സെപ്റ്റ് ആവുകയുള്ളൂ. ഇനി ഈ റെഫ്യൂജി വിസയുടെ പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ
ഒരുപാട് ഡിലേസ് ആണ് ഈ ഒരു റെഫ്യൂജി വിസയ്ക്ക് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2023 ഈ റെഫ്യൂജി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന റെഫ്യൂജിനേക്കാളും 3 times കൂടുതലാണ്. അതായത് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന റെഫ്യൂജീസിന്റെ എണ്ണത്തിനേക്കാളും 3 times ആണ് ഈ ഒരു റെഫ്യൂജി വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അത്രത്തോളം ആൾക്കാർ ഈ റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ഡിലേ ആണ്, പിന്നെ ചലഞ്ചിങ് ആണ്. നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം നമുക്ക് ഇതേമാതിരി പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മുടെ എവിഡൻസ് സബ്മിറ്റ് ചെയ്താലും പറ്റത്തില്ല, കറക്റ്റായിട്ടുള്ള പക്കയായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് വെറുതെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ ഒരുപാട് ഡിലേ ആണ്. പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഗ്യാരണ്ടി ആണ്, നമുക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഇതിനെ പറയുമ്പോൾ ഒരുപാട് നടക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചലഞ്ചസ് ഉണ്ട് ഈ ഒരു റെഫ്യൂജി വിസയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതാണ് റെഫ്യൂജി വിസയുടെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. കുറച്ചുപാട് ആൾക്കാർ വിസിറ്റർ വിസയിൽ വരും, ഒന്നുകിൽ ഗോ ബാക്ക് ടു കൺട്രി ആണ്, അതായത് ഡോക്യുമെന്റ്സ് ഒന്നും വാലിഡ് അല്ലെങ്കിൽ റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പക്ഷേ ഒരു കൺട്രിയിൽ ഇപ്പോൾ യുദ്ധം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, ജീവൻ ഇപ്പോൾ പ്രശ്നം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് കൺട്രീസ് അവർ ഇൻവൈറ്റ് ചെയ്യും. കാരണം ഈ കാനഡയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. റെഫ്യൂജീസിനെ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് റെഫ്യൂജീസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 2023 നേരത്തെ പറഞ്ഞ മാതിരി 3 times ആയിട്ടുണ്ട് റെഫ്യൂജീസിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള എണ്ണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.